ഹലോ ഗായ്സ്, വെൽക്കം ടു സുലൂസ് വ്ളോഗ്സ്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡെനാങ് എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ മണി എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക. കണ്ണിലൊക്കെയാണ് ഭയങ്കര ക്ഷീണം. ഇന്നലെ ലേ ഓവറൊക്കെ ആയിട്ട് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. നമ്മളിവിടെ ചെക്കിൻ ടൈം 2 മണിയായപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. ഇവിടുത്തെ അത്യാവശ്യം നല്ല ഒരു 5 സ്റ്റാർ ഹോട്ടലാണിത്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ യങ്സ്റ്റേഴ്സ് തൊട്ട് അമ്മച്ചിമാർ വരെ വെക്കുന്ന ഒരു കോൺ ഷേപ്ഡ് തൊപ്പിയാണ്. പിന്നെ നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങി. സിറ്റിയിൽ 2 വെൽ ഡെവലപ്ഡ് സിറ്റിയാണ്. പിന്നെ ഡേ 1 നമ്മുടെ പേൾ മ്യൂസിയം ആയിരുന്നു. പേൾ ഫോർമേഷനൊക്കെ അവർ കാണിച്ചു തന്നു, എങ്ങനെയാണ് പേൾ ഉണ്ടാവുന്നത് എന്ന്. പിന്നെ അവിടെ കുറേ പേൾ സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മാർബിൾ മൗണ്ടനിലേക്ക് പോയി. അവിടെ ലിഫ്റ്റ് ഓർ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചൂസ് ചെയ്ത സ്റ്റെപ്പായിരുന്നു. ഒരു 500 സ്റ്റെപ്പോളം ക്ലൈംബ് ചെയ്ത് ബുദ്ധ ഒരു സ്പിരിച്വൽ എസൻസ്, ഒരു സമാധാനമാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സൊക്കെ നമ്മൾ കണ്ടു. ഭംഗിയുള്ള ഒരുപാട് വലിയ ഗുഹകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് നമ്മൾ രാത്രിയായപ്പം ഡെനാങ്ങിൽ നിന്ന് 30 മിനിറ്റ് സഞ്ചരിച്ച് ഹോയിയാൻ എന്ന അവിടെ ഏഷ്യൻ ടൗണിലേക്ക് എത്തി. ഈ ഹോയിയാൻ എന്ന് പറഞ്ഞ ഏഷ്യൻ യൂറോപ്യൻ വാസ്തുവിദ്യകളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് കൂടുതൽ. കൂടാതെ ഒരു ലോക്കൽ മാർക്കറ്റും ഒരു ബോട്ടിങ്ങും ഉണ്ട്. ഇത് ലാൻഡ് ഓഫ് ലാൻഡേൺസ് ആണ് ഹോയിയാൻ. ബോട്ടിങ്ങിൽ നമുക്ക് അവിടുത്തെ ബ്രിഡ്ജ്, ജപ്പാനീസ് ബ്രിഡ്ജ് കാണാൻ സാധിക്കും. പിന്നെ ലാൻഡേൺസ് കൊണ്ട് നിർമ്മിച്ച ഒരു ബോട്ടാണ്. നമുക്കവിടെ നമ്മുടെ വിഷ് ആലോചിച്ച് നമുക്ക് എന്താണോ അത് ഒഴുക്കി വിടാൻ പറ്റും. വിഷ് ആലോചിച്ചിട്ട് അത് നടക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. ഈ ലാൻഡേൺ ബോട്ട് ഒരു ഏകദേശം ഒരു 20 മിനിറ്റോളം റൈഡാണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്തി. ഒരു ഫോർട്ട് കൊച്ചി, നമ്മുടെ മട്ടാഞ്ചേരി, അതിൻ്റെ ഒരു ഇരട്ടി വലുപ്പമുള്ള നഗരം. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ലാൻഡേൺസ് തന്നെയാണ്. പല കളറിലുള്ള ബ്യൂട്ടിഫുൾ ലാൻഡേൺസ്. പിന്നെ ബട്ടർ പാൻ കേക്ക്. രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ പോയത് ബാണ ഹിൽസിലേക്കാണ്. ഒരു വലിയ വണ്ടിയിൽ, വാനിലാണ്, ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോയത് ബാണ ഹിൽസിൽ. വേറെ ഒരു ലോകം തന്നെയാണ്. ഫാൻറ്റസി വേൾഡാണ് ബാണ ഹിൽസ്. 1500 മീറ്റർ അടി ഉയരത്തിൽ വേൾഡിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് കേബിൾ കാറിൽ ഒരു 30 മിനിറ്റ് സഞ്ചാരം. അവിടെ എത്തുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ 2 കരങ്ങളിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലാൻഡിങ്, ഒരു 150 മീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ് കാണിക്കുന്നത്. അതിനോടടുപ്പിച്ച് കുറേ ഫ്ലോറൽ പാർക്സും ഒരു സൺഫ്ലവർ ലേഡി, ഒരു പ്രിൻസസിൻ്റെ ഒരു രൂപവും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇവിടുത്തെ ബട്ടർ പാൻ കേക്ക്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ പാൻ കേക്കാണിത്. പിന്നെ അവിടുത്തെ 4 സീസൺസിലെ ഫുഡ്, വിയറ്റ്നാമീസ് വേണോ കൊറിയൻ വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അവിടുത്തെ ഫോ സൂപ്പ് ഒരു മസ്റ്റ് ട്രൈ ആണ്. ഇതൊരു യൂറോപ്യൻ ടൗൺ സെൻറ്റർ പോലെയാണ്. എൻ്റെ അമ്പോ, ഫീൽസ് ലൈക്ക് എൻ ഹെവൻ. അതുപോലെയാണ് ഇവിടുത്തെ കാസിലുകളും പല ചർച്ചുകളും. ഇവിടുത്തെ ഓരോ കോർണേഴ്സും ഭംഗിയാണ്. ബാണ ഹിൽസിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും ഈ റോളർ കോസ്റ്റർ റൈഡിലൂടെ. പിന്നെ നമ്മൾ കാസിലേക്കാണ് പോയത്. പലർക്കും ഇത് അറിയില്ല. ഒരു ട്രെയിൻ കയറിയാണ് നമ്മൾ കാസിലേക്ക് പോകുന്നത്. വെതറ, എൻ്റെ പൊന്നോ, അടിപൊളി വെതറ. കാറ്റ്, വെയിൽ, തണുപ്പ്, റിപ്പീറ്റ്, അങ്ങനെയാണ്. മൂഡ് സ്വിങ്സ് ആണ് ബാണ ഹിൽസിന്. നമ്മൾ വലിയ ഹോക്ക്വേർഡ്സിലെത്തിയൊരു ഫീലാണ്. ശരിക്കും ഹാരി പോട്ടർ വൈബാണ്. അവിടുത്തെ മ്യൂസിക്കും ഹാരി പോട്ടർ വൈബ് നമ്മളെ ഹോണ്ട് ചെയ്യും. പിന്നെ നമ്മൾ കാസിലിൽ നിന്ന് നേരെ ചെന്നത് തിരിച്ച് നമ്മൾ ക്രാൻബറി ബ്രൂ ഹൗസിലേക്കാണ്. ഒരു മാപ്പ് അവർ തരും, നമ്മൾ അത് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ബിയറുകൾ ഉണ്ടാക്കുന്ന ഒരു കാനറീസ് നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ഫ്രീ ബിയറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. പിന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് അതിനോട് അടുപ്പിച്ച് തന്നെയുണ്ട്. പിന്നെ പൂക്കളും പുകയും എന്തൊക്കെയാണോ. അന്ന് രാത്രി നമ്മൾ ഡ്രാഗൺ ബ്രിഡ്ജിലേക്ക് ഇറങ്ങി. ഈ ഡ്രാഗണിൻ്റെ തലയും വാലും അങ്ങനെ ഓരോ മിനിറ്റിൽ കളർ മാറിക്കൊണ്ടിരിക്കും. ഈ ബ്രിഡ്ജിൻ്റെ സ്ട്രീറ്റ് അടിപൊളി. ഈവനിങ്സിലൊക്കെ ചില്ല് ചെയ്യാൻ പറ്റും നമുക്കിരുന്ന്. പിന്നെ നമ്മൾ ഡേ 3 ഗ്രാൻഡ് വേൾഡ് ടൂറായിരുന്നു. ഒരു വെനീസ് ടാക്സിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റൈഡ്. ആർട്ടിഫിഷ്യലി ബിൽഡ് ചെയ്തൊരു റിവറും കുറേ യൂറോപ്യൻ ബിൽഡിങ്സുമാണ് നമ്മളവിടെ കണ്ടത്. വളരെ ഭംഗിയുള്ളൊരു സ്ട്രീറ്റാണ് ഗ്രാൻഡ് വേൾഡ് ടൂറ്. നെക്സ്റ്റ് ഡേ നമ്മൾ നിൻബിനിലേക്കാണ് പോയത്. നിൻബിൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ യാത്ര ഫ്രം ഹനോയി ആണ്. അവിടെ നമുക്ക് കാലുകൊണ്ട് തുഴയുന്ന ആൾക്കാരെ കാണാം. ബോട്ട് റൈഡാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഒരു ട്രാങ് ആൻഡ് ലാൻഡ്സ്കേപ്പാണിത്. വൺ ഓഫ് ദ യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണിത്. സെൻറ്ററിൽ ഒരു ബുദ്ധിസ്റ്റ് പഗോഡ, ചുറ്റും മൗണ്ടൻസും റിവറും, ഒരു അടിപൊളി സീൻ തന്നെയാണ്. നമ്മൾ ഈ തുഴഞ്ഞു പോകുന്ന ടെമ്പിളിലേക്കാണ്. 2 ടെമ്പിളാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബുദ്ധിസ്റ്റ് ടെമ്പിൾസാണ്. ഭയങ്കര സൈലൻസും നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും മഴയും ക്ലൈമറ്റും. 2 ടെമ്പിളും അടിപൊളി ടെമ്പിളായിരുന്നു. ഇവരുടെ സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പം കോർണറിൽ വന്ന കേർവ്ഡ് ആയിട്ടുള്ള റൂഫുകളാണ് ഇവർ കൊടുക്കുന്നത്.
അതുപോലെ നമ്മളുടെ മലകൾ പോലെ ഒന്നുമല്ല ഇവിടുത്തെ മലകൾ ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ നല്ല ഭംഗിയുള്ള മലകളാണ്. പിന്നീട് നമ്മൾ കൊട്ടാരത്തിലേക്കാണ് പോയത്. നെൻബിൻ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ പാലസ് ഉണ്ട്. പാലസിൽ ചുറ്റും മീനും കുളങ്ങളും അങ്ങനെ. പിന്നെ ഒരു 500-600 സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിൽ പോയി ഈ നെൻബിൻ വില്ലേജ് നമ്മുടെ ഒരു ഓവർവ്യൂ വില്ലേജിൻ്റെ കിട്ടും. പിന്നെ നമ്മൾ അവിടെ തന്നെ അടുത്തൊരു ഗ്രാമപ്രദേശങ്ങളിലെ ശ്മശാനങ്ങളിലേക്കാണ് പോയത്. ഹനോയിലെ മെയിൻ അട്രാക്ഷനാണ് ട്രെയിൻ സ്ട്രീറ്റ്. കെട്ടിടങ്ങൾക്കിടയിലൂടെ ഇരുവശത്തും കഫേകളും റെസ്റ്റോറൻറ്റുകളുമായി ഒരു സിംഗിൾ ട്രാക്കിൽ ട്രെയിൻ വരുന്നതാണ് കാഴ്ച. ഫ്രഞ്ചുകാരാണ് നിർമ്മിച്ചത്. എൻ്റെ അമ്മോ, ഈ ട്രെയിൻ വരുമ്പോൾ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഇടിക്കാൻ വരുന്നൊരു ഫീലിംഗ് ആണത്. ലാസ്റ്റ് ഡേ നമ്മൾ പേൾ ഫാക്ടറി സന്ദർശിച്ചിട്ട് ഹാലോങ് ബേയിലേക്കാണ് പോകുന്നത്. ഹാലോങ് ബേയിൽ നമ്മുടെ മെയിൻ ഡേ ആണ്. ഡ്രാഗൺ കിങ് ക്രൂസിലാണ് നമ്മൾ പോകുന്നത്. ക്രൂസിൽ ഇഷ്ടംപോലെ ഫുഡുണ്ട്. സീ ഫുഡൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം. ഒരു 500 സ്റ്റെപ്പോളം നമ്മൾ കയറി ഹൈക്ക് ചെയ്ത് മുകളിൽ ചെന്ന് ഹലോങ് ബേയുടെ ഒരു ഓവർവ്യൂ കാണാൻ വേണ്ടി. അതൊരു അടിപൊളി വ്യൂ തന്നെയാണ്. തിരിച്ച് ഇറങ്ങി നമുക്ക് സ്വിം ചെയ്യാനും ഓപ്ഷനുണ്ട്, ഹൈക്കിങ്ങിനും ഓപ്ഷനുണ്ട്. ഞങ്ങൾ രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല സ്വിമ്മിങ് ഓപ്ഷൻ. താഴെ അതിസുന്ദരമായൊരു ബീച്ചൊക്കെ ഉണ്ട് ഹലോങ് ബേയുടെ. പിന്നെ നമ്മൾ കയക്കിങ്ങിന് പോയി. കയക്കിങ് വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ലൈം സ്റ്റോൺ മൗണ്ടൻസിൻ്റെ ഇടയിലൂടെ ഒരു കയക്കിങ്, കേവ്സിൻ്റെ അടിയിലൂടെ നമുക്ക് ശരിക്കും അതൊരു ഫീലിംഗ് തന്നെയാണ്. 1999 ഐലൻഡ്സ് കൊണ്ട് നിർമ്മിതമായ ഈ ഹാലോങ് ബേ ഒരു സ്വർഗം പോലെയാണ്. ഇഷ്ടംപോലെ ലൈം സ്റ്റോണും ക്രൂസും കടലും എമറാൾഡ് വാട്ടറും ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നു. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് കിസ്സിങ് മൗണ്ടൻസ് ഒക്കെ കാണാം. ഏറ്റവും ഭംഗിയായ കാഴ്ച ക്രൂസിൻ്റെ മുകളിൽ നിന്ന് ഇതാണ് സൺസോട്ട്. ഇവിടെ ആനയുടെയും വവ്വാലിൻ്റെയും അങ്ങനെ പല പല രൂപങ്ങൾ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ നമ്മൾ ക്രൂസിൽ ജാക്കുസി ബാത്തൊക്കെ ചെയ്തുകൊണ്ട് മൗണ്ടൻസ് ഒക്കെ കണ്ടുകൊണ്ട് തിരിച്ച് ഹനോയിലേക്കും ഹനോയിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ച് യാത്രയായി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ മറക്കരുത്. അപ്പോൾ ബൈ ബൈ ഗായ്സ്.